ഗൈസ് അപ്പം എൻ്റെ കല്യാണമാണ്, നിങ്ങളെ ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന വിവാഹം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പെണ്ണ് നമ്മൾ അത് ഉറക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയം കണ്ടെത്തി എല്ലാവരുടെയും ഇഷ്ടം കൂടുന്ന ഒരു ദിവസം നമ്മൾ നടത്തിക്കൊടുക്കും. സന്തോഷം കൊണ്ട് വിഷമം തന്നെ വരിക. എനിക്കൊരു മോളുണ്ടായിരുന്നു, ഇപ്പം 30 വയസ്സ് കണ്ടേനെ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞ് ഞങ്ങളെ വിട്ടങ്ങ് പോയി. 5 മാസം ആയപ്പോഴത്തേക്കിന് ഒരസുഖം വന്ന്, ന്യൂമോണിയ വന്ന് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. ഞങ്ങൾക്ക് ആ ദുഃഖം എപ്പോഴും ഉണ്ട്. അച്ഛൻ കരഞ്ഞതിന് കാരണം ഇത്, ഒരു മോളുണ്ടായിരുന്നു, അതുമില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടൊരു പെണ്ണ് കടന്നു വരുമല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായ സന്തോഷമുണ്ട്. വേറൊന്നുമില്ല. എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞ് 2 പേരെയും കല്യാണം കഴിഞ്ഞ് കണ്ടാൽ മതിയെന്ന് എൻ്റെ ആഗ്രഹം. എനിക്ക് വേറൊന്നും ഒരാഗ്രഹവും ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിയണം. അവനൊരാളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞ്. ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, മോനെ സത്യമാണോ ഇത്, മോന് കല്യാണം വേണമെന്ന് പറയുന്നത്? അന്നേരം പറഞ്ഞ ആനമ്മയെന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിയുന്നിടം വരെ എനിക്ക് സന്തോഷമാണ്. എത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് 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 സന്തോഷമാണ്. കേണിങ്ങമ്മയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പൻ. ഗൈസ് അപ്പം ഞങ്ങൾ ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ ഗൈസ് അപ്പം എൻ്റെ കല്യാണമാണ്, നിങ്ങളെ ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കുക കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പം കണ്ണപ്പൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷം എല്ലാം ഉണ്ട്. അപ്പം കല്യാണം സമയം അടുക്കാറായി. ഏകദേശം ഒരു 10-15 ദിവസം കൂടെ ഉള്ളൂ. അപ്പം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പം നിങ്ങളോട് പിന്നെ ഇപ്പം നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണപ്പൻ്റെ കല്യാണം ഇങ്ങനെ അടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് കെട്ടണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. അതിന് മുമ്പ് ഇവൻ കയറി കെട്ടിയില്ല, കെട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, എങ്കിലും ഞങ്ങൾ കറക്റ്റ് ദിവസമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ട് ഇന്ന് നിങ്ങളെല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ അമ്മ, അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് അവൻ്റെ കല്യാണം നടത്തിയത് അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. നേരത്തെ അങ്ങ് നടത്തിയല്ലേ ഇവന്റെ കല്യാണം. ദൈവം പറഞ്ഞിട്ടില്ല, അവൻ എൻ്റെ കല്യാണം എന്നെക്കാളും മുമ്പ് അവന് കെട്ടണമെന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അതാണ് ഇപ്പോഴെങ്കിലും വെളിയിൽ വന്നത്. അതെ, പക്ഷെ എന്നാലും തലയിരിക്കുമ്പോൾ വാലാടേണ്ട ആവശ്യമില്ല. അപ്പോഴും അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പോ ഇല്ലേ, എന്റെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും അപ്പൊ നടക്കണം എന്നുള്ളത്. ഓക്കെ ഓക്കെ. അമ്മ എന്താ പറയാനുള്ളത്? പറ ഈ കല്യാണത്തിനെ കുറിച്ച്, എൻ്റെ കല്യാണത്തിനെ കുറിച്ച്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. മോന്റെ കല്യാണത്തെ കുറിച്ചും എല്ലാം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്ന് കാണാൻ. ഇതിന്റെ ദാസപ്പന നേരത്തെ കെട്ടണമെന്നായിരുന്നു. ഇനി അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് തീരുമാനിക്കാം. ഇപ്പം എൻ്റെ കുഞ്ഞിന്റെ കല്യാണം പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും ക്ഷണിക്കാനെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പം ആദ്യമായ സന്തോഷമുണ്ട്. കണ്ണപ്പൻ്റെ കല്യാണമാണ്. പിന്നെ എല്ലാവരും വരണമെന്ന്. എന്താണ് ഞാൻ കെട്ടുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായ സന്തോഷമുണ്ട് മോനെ. എനിക്ക് ഇനിയും വേറൊന്നുമില്ല. എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞ് 2 പേരെയും കല്യാണം കഴിഞ്ഞ് കണ്ടാൽ മതിയെന്ന് എൻ്റെ ആഗ്രഹം. എനിക്ക് വേറൊന്നും ഒരാഗ്രഹവും ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിയണം. അപ്പൊ അടുത്ത വർഷം എന്നെ കാണും. അപ്പൊ അടുത്ത വർഷം നേരത്തെ പക്ഷെ കണ്ണനോട് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവന് പറ്റത്തില്ല, മുണ്ടെടുത്ത് പഠിക്കണം എന്നൊക്കെ പറയുമ്പോ ഞാൻ കെട്ടത്തില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അച്ഛനെയും കൊണ്ട് കെട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് പക്ഷെ ഇവൻ എന്നെ ചതിച്ച്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു ഇവന്. ഏതായാലും അവനിപ്പോഴേ കെട്ടുന്നില്ല, ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ വന്ന് സംസാരിച്ചു. അമ്മ അവൻ കെട്ടത്തില്ല, അതുകൊണ്ട് ഞാനും കെട്ടിക്കോളാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അവനെ നോക്കാമെന്ന്. അങ്ങനെ ഒരു സുപ്രഭാതത്തിലുണ്ട് അവൻ്റെ കല്യാണം അങ്ങായി. അവനൊരാളോടൊരു സ്നേഹം ഉണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞ്. ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു, മോനെ സത്യമാണോ ഇത്, മോന് കല്യാണം വേണമെന്ന് പറയുന്നത്? അന്നേരം പറഞ്ഞ ആനമ്മയെന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിയുന്നിടം വരെ എനിക്ക് സന്തോഷമാണ്. എത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് 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 സന്തോഷമാണ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെതും കൂടെ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെണ്ണിനെ കുറിച്ച് പറയാൻ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം കുഞ്ഞിനെ. അതെൻ്റെ നേരെ മൂത്ത ആങ്ങളയുടെ മോളാണ്.
പേര് രേഷ്മ. അതെനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഞാൻ എടുത്തോണ്ട് നടന്ന കുഞ്ഞാ. അവര് ഹൈദരാബാദില്. അവർ ചെറുപ്പത്തിലെ അവിടെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ജനിച്ചതും അവിടെ തന്നെ, വളർന്നതും എല്ലാം അവിടെ തന്നെ. അതുകൊണ്ട് കുഞ്ഞിനെ കുറിച്ച് എനിക്ക് എല്ലാം വളരെ സന്തോഷം. എൻ്റെ മോനെ കെട്ടുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ അവൻ തന്നെ കണ്ടുപിടിച്ചു. അത് ഞങ്ങൾ സന്തോഷത്തോടെ നടത്തി കൊടുക്കുന്നു. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. എല്ലാവരെയും ഞങ്ങളെ ക്ഷണിക്കുക. ആദ്യമായ സന്തോഷം എല്ലാവരോടും പറയാം. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേട്ടോ. അച്ഛൻ എന്താ പറയാ? അത് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാണ്. കാരണം നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന വിവാഹം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പെണ്ണ് നമ്മൾ അത് മുടക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയം കണ്ടെത്തി എല്ലാവരുടെയും ഇഷ്ടം കൂടുന്ന ഒരു ദിവസം നമ്മൾ നടത്തിക്കൊടുക്കും. അതാണ് ഇപ്പോൾ സന്തോഷം കൊണ്ട് വിഷമം തന്നെ വരിക. എന്തിനാ അച്ഛന് വിഷമം വരുന്നത്? അച്ഛൻ എന്റെ കല്യാണത്തിന് കാര്യം നമ്മുടെ അച്ഛനാണെങ്കിൽ ഇതേണ്ട സന്തോഷത്തോടെ കരയുന്നു കേട്ടോ. അച്ഛൻ എന്താ വെച്ചാൽ കരയുന്നേ? അച്ഛനും എന്നൊരു ലവ് പ്രണയം വല്ലതും ഉണ്ടായിരുന്നോ? നമ്മുടെ വീട്ടില് പെട്ടെന്ന് ഓർമ്മിച്ചോവേ. അപ്പൊ തേണ്ട അച്ഛനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു സന്തോഷം കൂടി തേണ്ട ഇപ്പൊ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏച്ചാ ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ പറയുന്നത് നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, നമുക്കൊരു പെൺപിള്ളേരില്ല. അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് ഒരു പെണ്ണ് കടന്നു വരുന്നു. അച്ഛൻ കരഞ്ഞതിന് കാരണം ഒരു മോളുണ്ടായിരുന്നു, അതുമില്ല. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു പെണ്ണ് കടന്നു വരുമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമായ സന്തോഷമുണ്ട്. എൻ്റെ മോളുണ്ടായിരുന്ന ഇപ്പൊ കല്യാണമൊക്കെ എന്നേ കഴിഞ്ഞേന്. അപ്പൊ ഇവര് രണ്ടും എവിടെയെങ്കിലുമൊക്കെ പോയി വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും എനിക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ കണ്ടേനെ, എനിക്കൊരു വയ്യാഴി വന്നാൽ. പക്ഷെ ഇവരുള്ളപ്പം നല്ലപോലെ എന്നെ നോക്കുന്നത്. ഒരു പെൺകുഞ്ഞ് നോക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ അവർ രണ്ടുപേരും എന്നെ നോക്കുന്നത്. ഒരു വയ്യാൻ തോന്നുന്നത് ഉടനെ തന്നെ ഓടി വന്ന് രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്തോ അമ്മ എന്തോ ചോദിച്ചാൽ ആശുപത്രിയിൽ പോകാം. അങ്ങനെ എല്ലാം നല്ല ശ്രദ്ധയാണ്. എന്നാലും ഞങ്ങൾക്ക് പണ്ടത്തെ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എനിക്കൊരു മോളുണ്ടായിരുന്നു ഇപ്പം 30 വയസ്സ് കണ്ടേന്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞ് ഞങ്ങളെ വിട്ടങ്ങ് പോയി. 5 മാസം ആയപ്പോഴത്തേക്കിന് ഒരസുഖം വന്ന്, ന്യൂമോണിയ വന്ന് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. ഞങ്ങൾക്ക് ആ ദുഃഖം എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്. അമ്മ വിഷമിക്കണ്ട, മോളാണ്, അമ്മയുടെ മോള് തന്നെയാണ്. എന്റെ മോടെ പേരാ ഇട്ടേക്കുന്ന രേഷ്മ. ഓക്കെ. അതുപോലെ തന്നെ അച്ഛനെന്താ വിഷമിച്ചിരിക്കുന്നേ? എല്ലാവരും സന്തോഷമല്ലേ. അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യങ്ങളാണ്. അതെ. കാരണം പിന്നെ ഞങ്ങളിപ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്ക് തന്നെ വേറെ ഒരു ചുമതല പിടിച്ചേൽപ്പിക്കുകയാണ്. അച്ഛനെന്തിനാ കരയുന്നത്? 2 പേരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ ആ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ നടത്തി തരും. ഞങ്ങളായിട്ടൊരു പെണ്ണിനെ കാണിക്കാൻ കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ 2 പേരുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കല്യാണം നടക്കുന്നതിൽ എൻ്റെ കുഞ്ഞിൻ്റെ. ഇനി അടുത്തത് എൻ്റെ മോനെ, അവനും ഒരാളെ കണ്ടു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ഇതുപോലെ ഞങ്ങൾ കല്യാണം നടത്തും. പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛൻ്റെ എപ്പോഴാമേ? അച്ഛൻ്റെ എപ്പോഴാ? അച്ഛനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അച്ഛനെ എപ്പോ വേണേലും നടത്തി കൊടുക്കാം. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് കേട്ടോ എല്ലാ കാര്യത്തിലും. ഇപ്പൊ വീട് പണി, കല്യാണം വിളി, അങ്ങനെ മൊത്തത്തിൽ ഓട്ടമാണ് അച്ഛനല്ലേ? ഫുൾ പരിപാടിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ കല്യാണത്തിന്റെ ഡേറ്റ് നിങ്ങളോട് പറഞ്ഞില്ല, അത് ഞങ്ങൾ അവസാനം പറയാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ നിന്ന ടൈമിലൊക്കെ ഒത്തിരി സമയം പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേന് ഇല്ലേ ടൈം ഇല്ല. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ കല്യാണം വിളിച്ച് നടക്കുവാണ്. അതുപോലെ തന്നെ വീട് പണിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ ഇനി കുറച്ച് വീടുകളൂടെ പറയാനുണ്ട്. ബാക്കി ദൂരെയും അവിടെ പിന്നെ ഉള്ളതെല്ലാം വിളിച്ച് വരേണ്ടതൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏരിയയിലുള്ള കുറേ വീടുകളും ഒരു 10-100 വീടിനടുത്തുള്ള വീടുകളുണ്ട്. ബാക്കി പിന്നെ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. സദ്യക്കുള്ളതും വാഹനം
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടെല്ലാം ആക്കി വെച്ചേക്കാണ്. ഞാൻ എത്ര വയസ്സിൽ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് എൻ്റെ കണക്കൂട്ട് നീ ഒരു 24 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണമെന്നായിരുന്നു. കാരണം ഒരു കുടുംബജീവിതം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്ന ഒരു 50 വയസ്സിനകത്ത് അവന് കുടുംബജീവിതം കഴിഞ്ഞ് മക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടും. പക്ഷെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തടി ഏടാവും. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും വീടിൻ്റെ കുടുംബഭാരങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് 50 കഴിഞ്ഞാൽ. അപ്പം അതിനു മുമ്പേ അവൻ എൻജോയ് ചെയ്ത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടും കുടുംബമായിട്ടും അച്ഛനമ്മയായിട്ടും അനിയനുമായിട്ടും എല്ലാവരുമായിട്ട് ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഇഷ്ടം. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്ത ചുമതല ഏൽക്കുന്ന ഒരു നിമിഷമാണ് അത്. അവിടെ മുതൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് കുടുംബം, വീട്, ജോലി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞുകളിയായിട്ട് കാണാൻ പാടില്ല. കാരണം ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജീവിതമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൈയും വീശി എവിടെയും പോവാം, എങ്ങോട്ട് വേണേലും വരാം, എപ്പം പോവാം, എപ്പം വേണമെങ്കിലും. അപ്പം എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം എനിക്ക് 24 വയസ്സാവും. എന്താ അമ്മേ? എൻ്റെ അച്ഛനല്ലേ 24 വയസ്സ്. ഇവനെ 28ാമത്തെ വയസ്സിൽ കെട്ടിച്ചാൽ മതി അമ്മേ. വേണ്ട, എന്താ പെണ്ണൊത്ത വരുവാണെങ്കിൽ അവനെ പിടിച്ച് കെട്ടിക്കുക. ഇപ്പൊ അമ്മയൊക്കെ എനിക്ക് ഓർമ്മ ഒരു 8ാം ക്ലാസ് തൊട്ട് അമ്മ പറയുന്നത് ആരെയും ലൈൻ അടിക്കാനില്ലേ പറഞ്ഞു കൊടുക്കും. ഇഷ്ടമുള്ള ഒരാളെ ഇവനോട് പറഞ്ഞു കൊടുക്കും, 5 പേരെ നോക്കണോ, ഒന്നിനെ കെട്ടിച്ചേരാം. ഞാൻ എങ്ങനെയായിരുന്നു പണ്ട് പറ? കല്യാണം മോനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയും അന്നേരം പറയാം അച്ഛനെ പിടിച്ച് കല്യാണം കഴിക്കുക. എനിക്ക് കല്യാണമേ വേണ്ട. ഞാൻ പറഞ്ഞു മോനെ മുണ്ടോ കയ്യിലൊക്കെ കൊടുത്തോണ്ട് നടക്കണം. എപ്പോഴും ഇങ്ങനെ പാൻറ്റും പിന്നെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കരുത്. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണമല്ലോ അതൊക്കെ മുണ്ട് കൊടുക്കാനും ഇതൊക്കെ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു വിളി വരുന്നു ഫോണിൽ കൂടെ. ഇഷ്ടമാണ് ഞങ്ങളുടെ മോള്. അതറിഞ്ഞപ്പോ എന്തായിരുന്നു? അറിഞ്ഞപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പറയും, ഇത് എന്തുവാ ഇത്, അവിടുന്ന് ആ വിളി വന്നത്, നമ്മൾ എന്തോ പറയുന്നത് എന്നുള്ള ഒരുപാട് വിഷമിച്ചു. പക്ഷെ ഒരുപാട് കടമ്പകളൊക്കെ കിടന്ന് സന്തോഷത്തിന്റെ ദിനങ്ങൾ വന്നു പോയി. ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തി. പിന്നെ കല്യാണം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ മോൻ്റെ കല്യാണ സമയമായി. ഞാൻ ഒരു വീഡിയോയിലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് സംസാരിക്കുക. അപ്പൊ നമ്മുടെ ദാസപ്പനാണെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവരൊരു കൊച്ചിനെ പിടിച്ച് ഉമ്മ വെച്ച് അത് പറയാം. കഥ പറഞ്ഞു അമ്മ പറയുന്നത് രസമുണ്ട്. അത് രണ്ടുപേരും പിന്നെ തലപ്പനങ്ങയുടെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദാസപ്പൻ 1ാം ക്ലാസ്സിലും പിന്നെ കണ്ണപ്പൻ 3ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. എന്നും 3:30 ആകുമ്പം വരും. നമ്മൾ ചോറും, ഇവർക്ക് മീനാണ് പ്രധാനം, മീനും ഇറച്ചിയൊക്കെ പ്രധാനം. നമ്മളത് വാങ്ങിച്ച് വെച്ച് 2 പേർക്കും ചോറ് കൊടുക്കും. ചോറ് കൊടുത്തേച്ച് ഇടയ്ക്ക് എങ്ങോട്ടേലും തിരിഞ്ഞു കഴിഞ്ഞ് വരുമ്പം പിന്നെ ദാസപ്പന് കറികളൊന്നുമില്ല, മീൻ കറിയില്ല, ഇതൊന്നുമില്ല, മീൻ വറുത്തതില്ല. ഞാൻ ചോദിക്കും മോനെ എന്താ മോൻ്റെ കറിയല്ലോ എന്ത്? അന്നേരം ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനായി ഒരു ദിവസം ഞാനങ്ങ് ചോദിച്ചു, മോനെ എന്തിനാ മോൻ്റെ മീനും കറിയെല്ലാം അവൻ വാങ്ങിച്ചിരുന്നത്, മോൻ പേടിച്ചാന്നല്ലോ കൊടുക്കുന്നതെന്ന്. അന്നേരം എന്നോട് പറയാം, അമ്മ ആരോടും പറയില്ല, ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ. ഞാൻ പിന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ 4 മണിക്ക് വാൻ വന്നപ്പോഴത്തേക്കിന് എനിക്ക് വാൻ വന്നു, എനിക്ക് പോകേണ്ട സമയമായപ്പോൾ ഞാൻ അവളോട് ടാറ്റ പറഞ്ഞ് അവൾക്കൊരു ഉമ്മ കൊടുത്തു. അത് കണ്ണം കണ്ടോണ്ടാണ് അമ്മേ വന്നത്. എന്നും എനിക്ക് ചോറ് തരുമ്പോൾ അവൻ പറയും ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കറിയെല്ലാം അവനങ്ങ് വാങ്ങിച്ചു തരുമേ. ഞാൻ കറിയില്ലാതെ അമ്മ കഴിക്കുന്നത്. അപ്പം എൻ്റെ കല്യാണമാണ്. അപ്പം എല്ലാവരെയും ക്ഷണിക്കുവാണ്. കല്യാണം അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12-നാണ് എൻ്റെ കല്യാണം. പിന്നെ നമ്മുടെ വീട്ടിലെ നിശ്ചയം സെപ്റ്റംബർ 7-നാണ്. 13-ാം തീയതി സെപ്റ്റംബർ 13-ന് നമ്മുടെ വീട്ടിലെ റിസപ്ഷനാണ്. അപ്പം എല്ലാവരും വരണം കേട്ടോ. എല്ലാത്തിനും, നമ്മുടെ റിസപ്ഷനും നിശ്ചയത്തിനും കല്യാണത്തിനും എല്ലാവരും വരണം. അതായത് നമ്മുടെ കല്യാണം നടക്കുന്നത് പത്തനംതിട്ട കുളനട മാന്തുക ചർച്ചിലാണ്. അതായത് ചർച്ചിൻ്റെ പാരിഷ് ഹാളിലാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. പിന്നെ നമ്മുടെ നിശ്ചയം നമ്മുടെ പുലൂരാനാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ റിസപ്ഷനും നമ്മുടെ വീട്ടിൽ തന്നെ
തന്നെയാണ്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം എല്ലാവരും വരണം അല്ലേ മേ? അതെ, എല്ലാവരും വരണം. എല്ലാവരും വരണം. രേഷു നാളെ വരും കേട്ടോ. അതുപോലെ ഇന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നാളെ വരും. അവളെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും വരാൻ ശ്രമിക്കുക കേട്ടോ. വരാൻ ശ്രമിക്കുക എന്നല്ല, എല്ലാവരും വരണം അല്ലേ? അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരിക, അടിച്ചു പൊളിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും തകർക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഞങ്ങളോട് കാണണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.